ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 ക്ലാസ്സുകളുടെ സമയം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ പുതുതായി ജോയിൻ ചെയ്തവർ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കാം. നമ്മൾ ഇപ്പോൾ നാളെ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് ഇന്ന് തന്നെ രാത്രി നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഓരോ സമയവും അത് ഏത് ടോപ്പിക്കാണ്, SCRT ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പേരെന്താണ്, കോഡിലൂടെയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സഹിതം നിങ്ങൾക്ക് തലേ ദിവസം തന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ നമ്മൾ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൽ GK പോർഷൻസ് ഉൾപ്പെടുന്നുണ്ട്, മാത്സ്, മലയാളം, അതുപോലെ ഇംഗ്ലീഷ് ഉൾപ്പെടുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, PYQ ഡിസ്കഷൻ, കലാകായികം, സാഹിത്യം, സംസ്കാരം എന്ന് പറയുന്ന ഭാഗം, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു ദിവസം ക്ലാസ്സുകൾ നൽകുന്നത്. കൂടാതെ വീക്ക്ലി എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മന്ത്ലി എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കേരള ജോഗ്രഫിയിൽ കേരളത്തിലെ ജില്ലകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട അങ്ങനെയുള്ള ജില്ലകളെ കുറിച്ച് പഠിച്ചു. അടുത്ത ഒരു 4 ജില്ലകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 4 ജില്ലകളെ കുറിച്ചാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പെന്നും ഉറപ്പായിട്ടും വേണം. ക്ലാസ് കേട്ട് നോട്ട്സ് തയ്യാറാക്കുക. റിവിഷൻ സമയത്ത് നിങ്ങൾ ആ നോട്ട്ബുക്ക് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ജില്ലകളെക്കുറിച്ച് ഒരൊറ്റ ക്ലാസ്സിലൂടെ പഠിക്കാം. അപ്പോൾ ജില്ലകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ജില്ല ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കിയെക്കുറിച്ച് നോക്കാം. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. എന്താണ് അറിയപ്പെടുന്നത്? കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൂടിയാണ്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. ജലവൈദ്യുതി ഉൽപാദനത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനമാണ്. ജലവൈദ്യുതി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് ഇത്, ഇടുക്കി ജില്ല. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള 2ാമത്തെ ജില്ല, ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള 2ാമത്തെ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശമുള്ള ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? അത് ഇടുക്കിയാണ്. സമതല പ്രദേശം ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് നടക്കുന്ന കേരളത്തിലെ ജില്ലയും ഏതാണ്? ഇടുക്കിയാണ്. ഇത്രയും പോയിന്റ്സ് കിട്ടി. ഒന്നുകൂടെ പറയാം. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നു. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ്. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല. ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള 2ാമത്തെ ജില്ല. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശം. ഏറ്റവും കുറവുള്ള സമതല പ്രദേശം. ഏറ്റവും കുറവുള്ള ജില്ല. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് നടക്കുന്ന കേരളത്തിലെ ജില്ല. ഓക്കെ, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാണ് ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ കാപ്പി ഉൽപാദനത്തിൽ 2-ാം സ്ഥാനമുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ കാപ്പി ഉൽപാദനത്തിൽ 2-ാം സ്ഥാനമുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ കൊക്കോ കൃഷിയിൽ 1-ാം സ്ഥാനം കേട്ടോ. കാപ്പി ഉൽപാദനത്തിൽ 2-ാം സ്ഥാനവും കൊക്കോ കൃഷിയിൽ 1-ാം സ്ഥാനമുള്ള ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളുമുള്ള ജില്ലയാണ് ഇടുക്കി. മലകളും കുന്നുകളും. റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഇടുക്കിയാണ്. റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാ? തേക്കടിയാണ് അല്ലേ. ഇടുക്കിയിലെ തേക്കടിയാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരവികുളമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്?
ഇരവികുളം. ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭമാണ് കണ്ണൻ ദേവൻ കമ്പനി. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ലയാണ്. കേരളത്തിൽ കാപ്പി ഉൽപാദനത്തിൽ 2ാം സ്ഥാനവും കൊക്കോ ഉൽപാദനത്തിൽ 1ാം സ്ഥാനവുമുള്ള ജില്ലയാണ് ഇടുക്കി. ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളുമുള്ള ജില്ല. റിപ്പബ്ലിക് വാർഷിക ദിനത്തിൽ നിലവിൽ വരുന്ന ജില്ല. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? തേക്കടി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കമാന അണക്കെട്ട് ഇടുക്കി. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭമാണ് കണ്ണൻ ദേവൻ കമ്പനി. നെക്സ്റ്റ്, സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാങ്കുളമാണ്. സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. ഒരു സവിശേഷ സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു സവിശേഷ സസ്യത്തിന് മാത്രമായിട്ട് നീലക്കുറിഞ്ഞിക്ക് മാത്രമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമമാണ് മാട്ടുപ്പെട്ടി. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമമല്ലേ? ഇപ്പൊ കന്നുകാലി മാടുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി അല്ലേ? ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമമാണ് മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി എവിടെയാ? മൂന്നാറിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം. ഇപ്പോൾ മൂന്നാർ എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ള ഏരിയ ആണെന്നുള്ള രീതിയിൽ ഹൈഡൽ ടൂറിസം പദ്ധതി മൂന്നാറിലാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ടീ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? മൂന്നാറിലാണ്. ടാറ്റ ടീ മ്യൂസിയം ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെയാണ്. ഇന്ത്യയിലെ 2ാമത്തെ ടീ മ്യൂസിയം ആണ്, ഓർത്തിരിക്കണം. കേരളത്തിലെ ആദ്യത്തെ ടീ മ്യൂസിയം, ഇന്ത്യയിലെ 2ാമത്തെ ടീ മ്യൂസിയം ആയിട്ടുള്ള ടാറ്റ ടീ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? മൂന്നാറിലാണ്. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരും അതിന്റെ വലതുവശത്ത് ചിഹ്നവും ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയ മണ്ഡലമാണ് ദേവികുളം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ദേവികുളമാണ് കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മാങ്കുളം. ഒരു സവിശേഷ സസ്യത്തിനായിട്ട് മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനമാണ് കുറിഞ്ഞിമല സാങ്ച്വറി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക കന്നുകാലി ഗ്രാമം ഏതാ? മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി മൂന്നാറിലാണ്. കേരളത്തിലെ ആദ്യത്തെ അതുപോലെ ഇന്ത്യയിലെ 2ാമത്തെ ടീ മ്യൂസിയം സ്ഥാപിതമായത് മൂന്നാറിലാണ്, ടാറ്റ ടീ മ്യൂസിയം. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരും അതിന്റെ വലതുവശത്തെ ചിഹ്നവും ഉപയോഗിച്ച് കേരളത്തിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് നടത്തിയ മണ്ഡലമാണേത്? ദേവികുളം. ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? ദേവികുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ലയാണ് ഇത്? ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ്. 2015 മുതൽ. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതമാണേത്? പെരിയാർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് ATM നിലവിൽ വന്നത് എവിടെയാ? മൂന്നാറിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് ATM നിലവിൽ വന്നത് മൂന്നാറിലാണ്. ഇടുക്കിയുടെ ആദ്യത്തെ കളക്ടറായിട്ട് നിയമിതനായത് ഡോക്ടർ D ബാബു പോളാണ് കേട്ടോ. അതും ജസ്റ്റ് ഓർത്തിരിക്കാം. പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദിയാണ് ഏത്? മുല്ലയാർ. എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ പഞ്ചായത്താണ് ഇടമലക്കുടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യ പഞ്ചായത്താണ് ഇടമലക്കുടി. രാജ്യത്തെ ആദ്യത്തെ ശർക്കര മ്യൂസിയം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറയൂരാണ്. രാജ്യത്തെ ആദ്യത്തെ ശർക്കര മ്യൂസിയം മറയൂർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ 2ാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും വനിതാ DGP തമിഴ്നാടാണ്. ലതികാ ശരൺ ഇടുക്കിയിലാണ് ജനിച്ചത്. അതുകൂടെ ഓർത്തിരിക്കുക.
കേരളത്തിലെ സോളാർ പവർ സ്റ്റേഷൻ സ്ഥാപിതമായ ആദ്യത്തെ ട്രൈബൽ സെറ്റിൽമെന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറയൂരാണ്. കേരളത്തിലെ സോളാർ പവർ സ്റ്റേഷൻ സ്ഥാപിതമായ ആദ്യത്തെ ട്രൈബൽ സെറ്റിൽമെന്റ് ആണ് മറയൂർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കിയാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് ATM നിലവിൽ വന്നത് എവിടെയാ? മൂന്നാറിലാണ്. മൂന്നാറിൽ. പെരിയാറിനോട് ചേർന്ന് നടക്കുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ. അതുപോലെ എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് ഇടമലക്കുടി. രാജ്യത്തെ ആദ്യത്തെ ശർക്കര മ്യൂസിയം മറയൂർ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുല്ലപ്പെരിയാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് ഇത് മുല്ലപ്പെരിയാർ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ആനമുടിയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അതിന്റെ ഉയരം ഓർത്തിരിക്കട്ടെ, 2695 മീറ്റർ ആണ്, അല്ലെങ്കിൽ 8842 അടി. രണ്ടും ഓർത്തിരിക്കുക. ഓക്കെ, സ്ഥിരം ചോദിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി, 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? മൂന്നാറാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മൂന്നാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം എവിടെയാണ്? മൂലമറ്റമാണ്. മൂലമറ്റം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം മൂലമറ്റമാണ്. നാടുകാണി മലയുടെ താഴ്വാരത്താണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഷർ ഷാഫ്റ്റ് ഉള്ള പവർ ഹൗസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മൂലമറ്റമാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രഷർ ഷാഫ്റ്റ് ഉള്ള പവർ ഹൗസ് ആണ് മൂലമറ്റം. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുത്തുങ്കലാണ്. കുത്തുങ്കൽ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുത്തുങ്കൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസല എന്ന് പറഞ്ഞല്ലേ. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുത്തുങ്കൽ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് വട്ടവടയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് വട്ടവട. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. കേരളത്തിൽ സംസ്ഥാന പാത ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. സംസ്ഥാന പാത കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാന പാതയുള്ളത് ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളുള്ള ജില്ല എവിടെയാണ്? ഇടുക്കിയാണ്. മറയൂർ. മറയൂർ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് എല്ലാം. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് മുല്ലപ്പെരിയാർ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുടി ഏതാ? കൊടുമുടി ഏതാ? ആനമുടി അല്ലേ, 2695 മീറ്റർ ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം ഇമ്പോർട്ടൻ്റ് ആണ്, മൂലമറ്റം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രഷർ ഷാഫ്റ്റ് ഉള്ള പവർ ഹൗസ് മൂലമറ്റമാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് കുത്തുങ്കൽ. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് വട്ടവട. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. കേരളത്തിൽ സംസ്ഥാന പാത ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. ഓക്കെ, ഇനി ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നതാണ് എന്ത്? ഇടുക്കി പദ്ധതി. ഇടുക്കി പദ്ധതി എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നിട്ടാ? ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നതാണ് ഇടുക്കി പദ്ധതി. ഡാം നിർമ്മിച്ചതും പരിപാലിക്കുന്നതും ആരാണ്? KSEB ആണ്. ഇടുക്കി അണക്കെട്ടിന്റെ ഉയരം 168.91 മീറ്റർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജലസംഭരണിയാണ്. ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായ സഹകരണങ്ങൾ നൽകിയ രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ്, കാനഡ. ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായ സഹകരണങ്ങൾ നൽകിയ രാജ്യം ഏതാണ്? കാനഡയാണ് കേട്ടോ, കാനഡ. ഇനി NNC ഇൻക് എന്ന കമ്പനിയിലെ എഞ്ചിനീയർമാരാണ് പദ്ധതിയുടെ നിർമ്മാണത്തിന് സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. ഇടുക്കി ഡാമിലെ ജലനിർഗമന സംവിധാനം, അതായത് ഷട്ടർ സംവിധാനം എന്ന് പറയുന്നത് ഇല്ല. അധികമുള്ള ജലം എന്താണ് ചെയ്യുന്നത്? ഒഴുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ടാണ്? ചെറുതോണി വഴിയാണ് ഒഴുക്കിക്കളയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇടുക്കി ഡാമിൽ ജലനിർഗമന സംവിധാനം അല്ലെങ്കിൽ ഷട്ടർ സംവിധാനമില്ല. അധികമുള്ള ജലം എന്ത് ചെയ്യുന്നു? ചെറുതോണി വഴി ഒഴുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഇടുക്കി ജില്ലയ്ക്ക്? എത്രയാ? 2ാം സ്ഥാനമാണ്.
ഏത് പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറഞ്ഞു, 2695 മീറ്റർ അല്ലേ. അത് ഏത് പഞ്ചായത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മൂന്നാറാണ്. ഇടുക്കി അണക്കെട്ട് പെരിയാറിന്റെ പോഷക നദിയായ ചെറുതോണിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏതിലാണ്? പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ചെറുതോണിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. പള്ളിവാസൽ പദ്ധതി എവിടെയായിരുന്നു? മുതിരപ്പുഴയാണ് കേട്ടോ. മുതിരപ്പുഴ സ്ഥിരം ചോദിക്കുന്നതാണ്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുതിരപ്പുഴയിലാണ്. ഓക്കെ, അപ്പോൾ ഇടുക്കി പദ്ധതി എന്ന് പറയുന്നത് ഏതൊക്കെ അണക്കെട്ടുകൾ ചേർന്നതാണ്? ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നിട്ടാണ്. ഇടുക്കി അണക്കെട്ടിന്റെ ഉയരം 168.91 മീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് ഇടുക്കി ജലസംഭരണി. ഈ ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായ സഹകരണങ്ങൾ നൽകിയ രാജ്യമാണ് കാനഡ. പിന്നെ ഇടുക്കി ഡാമിന് എന്തില്ല? ഷട്ടർ സംവിധാനമില്ല. ചെറുതോണി വഴി ജലം ഒഴുക്കി കളയുകയാണ് പതിവ്. വലിപ്പത്തിൽ ഇടുക്കിയുടെ സ്ഥാനം 2ാം സ്ഥാനം. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ. ഇടുക്കി അണക്കെട്ട് പെരിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ചെറുതോണിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഓർത്തിരിക്കുക. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഇനി ഏത് നദിയുടെ പോഷക നദിയാണ്? മുതിരപ്പുഴ. ഏത് നദിയുടെ പോഷക നദിയാ? പെരിയാർ. ഇതൊക്കെ നമ്മൾ കേരളത്തിലെ നദികൾ പഠിക്കുമ്പോൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ജില്ലകളുടെ കൂട്ടത്തിലും ഇതെല്ലാം പഠിക്കാം. ഓക്കെ, ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ? പെരിയാറിന്റെ പോഷക നദിയാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി PSCയുടെ സ്ഥിരം ചോദ്യമാണ്. 780 മെഗാവാട്ടാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാ? 780 മെഗാവാട്ട്. ചെങ്കുളം പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും മുതിരപ്പുഴയാണ് കേട്ടോ. പള്ളിവാസലും ചെങ്കുളം പദ്ധതിയും എല്ലാം എവിടെയാണ്? മുതിരപ്പുഴയിലാണ്. തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഏത് വില്ലേജ് എറണാകുളം ജില്ലയോട് ചേർത്തപ്പോഴാണ് ഏറ്റവും വലിയ ജില്ലയെന്ന ബഹുമതി ഇടുക്കി ജില്ലയ്ക്ക് നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടമ്പുഴ. കുട്ടമ്പുഴ കേട്ടോ. ഇനി ഏതു മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രസിദ്ധം? ഏത് മൃഗമാണ്? അതായത് വരയാട്. വരയാടിന്റെ ശാസ്ത്രീയ നാമം പഠിച്ചിരിക്കണം. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് കേട്ടോ. ഹെമിട്രാഗസ് ഹൈലോക്രിയസ് എന്നും അറിയപ്പെടുന്നുണ്ട്. നീലഗിരി താർ എന്ന് പറയും. വരയാട് ശാസ്ത്രനാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നുള്ളതാണ്. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. മലങ്കര പദ്ധതി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ് മലങ്കര പദ്ധതി. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ഏതാ? ചിത്തിര തിരുനാളാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. നേരത്തെ 2 വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് എന്നീ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ ചീയപ്പാറ വെള്ളച്ചാട്ടം ഇതെല്ലാം ഇടുക്കി ജില്ലയിലാണ്. നീലക്കുറിഞ്ഞി പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? മൂന്നാർ അല്ലെ. നീലക്കുറിഞ്ഞിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മൂന്നാർ. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക കേട്ടോ. ഏത് നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ചെങ്കുളം പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത്, ചീയപ്പാറ വെള്ളച്ചാട്ടങ്ങളെല്ലാം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഏത് മൃഗത്തിന്റെ സംരക്ഷണത്തിനാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രസിദ്ധമായിട്ടുള്ളത്? വരയാട് അല്ലെ. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം. മലങ്കര പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. തൊടുപുഴയാറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തേക്കടി വന്യജീവി സങ്കേതം 1934 സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ. നീലക്കുറിഞ്ഞിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മൂന്നാർ. ഇനി മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മറയൂരാണ് കേട്ടോ. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ. മംഗളാദേവി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിലെ മേടത്തിൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് ചിത്ര പൗർണമി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ജില്ലയിലെ മംഗളാദേവി ക്ഷേത്രത്തിൽ നടത്തുന്ന ഉത്സവമാണ് മേടത്തിലെ ചിത്ര പൗർണമി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചിത്ര പൗർണമിയുടെ ദിവസം മാത്രമാണ് അവിടെ സന്ദർശകരെ അനുവദിക്കത്തുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി മംഗളാദേവി ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗവും എവിടെയാ? കേരളത്തിലും ബാക്കി തമിഴ്നാട്ടിലുമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ ഇടതിങ്ങിയ കാട്ടിനുള്ളിലെ ക്ഷേത്രമാണ് ഈ മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ പ്രതിഷ്ഠ കണ്ണകിയാണെന്നുള്ളത് ഓർത്തിരിക്കുക.
തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി സാങ്ച്വറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി. ഇടുക്കി ജില്ലയിൽ എവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. രാമക്കൽമേടാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇടുക്കി ജില്ലയിൽ എവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമക്കൽമേടാണ്. രാമക്കൽമേട് പ്രശസ്തമായ കുറവൻ കുറത്തി ശില്പം രാമക്കൽമേട്ടിലാണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇടുക്കിയുടെ വാണിജ്യ ആസ്ഥാനം കട്ടപ്പനയാണ്. കട്ടപ്പന. സൂഫി സന്യാസി വര്യനായ പീർ മുഹമ്മദിന്റെ പേരിൽ ഉണ്ടായ സ്ഥലമാണേത്? പീരുമേട്. ജസ്റ്റ് ഓർത്തിരിക്കാം. ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പരുന്തുംപാറ എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. പൊന്മുടി അണക്കെട്ട് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ്. പെരിയാറിന്റെ പോഷക നദിയായ പന്നിയാറിലാണ് ഈ പൊന്മുടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. വാളറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂരാണെന്ന് ഓർത്തിരിക്കുക. മംഗളാദേവി ക്ഷേത്രം ഇടുക്കി ജില്ലയിലാണ്. അവിടുത്തെ പ്രതിഷ്ഠ കണ്ണകിയാണെന്ന് ഓർക്കുക. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി സാങ്ച്വറി. ഇടുക്കി ജില്ലയിൽ എവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി? എവിടെയാ? രാമക്കൽമേട്. ഇടുക്കിയുടെ വാണിജ്യ ആസ്ഥാനം കട്ടപ്പന. ഓർത്തിരിക്കുക. പൊന്മുടി അണക്കെട്ട് ഇടുക്കി ജില്ലയിലാണ്. പരുന്തുംപാറ ഇടുക്കി ജില്ലയിലാണ്. വാളറ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇടുക്കി ജില്ലയുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് എറണാകുളം. എറണാകുളം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനമുള്ള ജില്ലയാണ് എറണാകുളം. വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനമുള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല ഏതാ? അതും എറണാകുളമാണ്. കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ഏതാണ്? അത് എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ജില്ലയാണ് എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദൂരം ദേശീയ പാതകൾ കടന്നു പോകുന്ന ജില്ലയും എറണാകുളമാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. വ്യവസായവൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനമുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ലയാണ്. കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല. ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന ജില്ല. ഏറ്റവും കൂടുതൽ ദൂരം ദേശീയ പാതകൾ കടന്നു പോകുന്ന ജില്ലയും ഏതാണ്? എറണാകുളമാണ്. ഇനി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളമാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ജില്ല എറണാകുളമാണ്. 1990 അന്നത്തെ പ്രധാനമന്ത്രി VP സിംഗ് ആണ് ഇത് സംബന്ധമായ പ്രഖ്യാപനം നടത്തിയത്. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോത്തണിക്കാട്. അത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള പോത്തണിക്കാടാണ്. സ്റ്റേറ്റ് ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നത് ഓർത്തിരിക്കാം. ഇനി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് റാണി പത്മിനി. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? റാണി പത്മിനി. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏതാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്തുള്ള സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി. അപ്പോൾ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്കോഡ ഗാമയെ ആദ്യം സംസ്കരിച്ചത് ഈ ഒരു പള്ളിയിലാണ്, സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. പിന്നീട് 1538-39 ഭൗതികാവശിഷ്ടം എന്ത് ചെയ്തു? സ്വദേശമായ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. അവിടെയാണ് വാസ്കോഡ ഗാമയെ ആദ്യം സംസ്കരിച്ചത് എന്നത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ആരാധനാലയമാണ് ഏത്? ഈ സെന്റ് ഫ്രാൻസിസ് പള്ളി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ ആരാധനാലയം ചോദിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്.
ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചി കോട്ടയാണ് കേട്ടോ. തങ്ങളുടെ രാജാവിനോടുള്ള ആദരസൂചകമായിട്ട് പോർച്ചുഗീസുകാരാണ് അതിനെന്ത് പേര് നൽകിയത്? മാനുവൽ കോട്ട എന്ന് പേരിട്ടത്. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് കൊച്ചിക്കോട്ട. അപ്പോൾ കൊച്ചിക്കോട്ടയുടെ പേര് പോർച്ചുഗീസുകാർ നൽകിയത് എന്താണ്? അവരുടെ രാജാവിനോടുള്ള ആദരസൂചകമായിട്ട് നൽകിയ പേരാണ് മാനുവൽ കോട്ട എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാനത്താവളം ഏതാ? നെടുമ്പാശ്ശേരി. എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് കെ കരുണാകരനാണ് കേട്ടോ. കെ കരുണാകരൻ. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാലും നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരി. കൊച്ചിയിലെ ആദ്യത്തെ ദിവാനാണ് കേണൽ മൺട്രോ. കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ കേണൽ മൺട്രോൺ. അപ്പൊ അതിനു മുമ്പ് പാലിയത്തച്ഛന്മാരാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പാലിയത്തച്ഛന്മാർ എന്ന പാരമ്പര്യ മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ദിവാൻ ആരാണ്? കേണൽ മൺട്രോയാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? FC കൊച്ചിനാണ് കേട്ടോ. FC കൊച്ചിൻ. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് FC കൊച്ചിൻ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം, ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കുന്നതാണ്, കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം ഏതാണ്? കുമ്പളങ്ങി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് MV റാണി പത്മിനി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പലാണ് MV റാണി പത്മിനി. കേരളത്തിലെ ആദ്യത്തെ ഫ്ലക്സ് സ്ഥാപിതമായത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് 70 mm തിയേറ്റർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 70 mm തിയേറ്റർ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എവിടെ മുതൽ എവിടം വരെയാ? എറണാകുളം മുതൽ ഷൊർണൂർ വരെയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എറണാകുളം മുതൽ ഷൊർണൂർ വരെയാണ്. 2000 ഏപ്രിൽ 23. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രിയാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി ഏതാണ്? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആണ്. ഇടപ്പള്ളി. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സുധീന്ദ്രനാണ് കേട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളമാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് ശസ്ത്രക്രിയ നടത്തിയത് 2003. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് മെഡിക്കൽ ട്രസ്റ്റ് എറണാകുളമാണ്. ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാറ്റൂരാണ് കേട്ടോ. മലയാറ്റൂരാണ് ഇന്ത്യയിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം. കേരളീയ മാതൃകയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കൊട്ടാരമാണേത്? മട്ടാഞ്ചേരി കൊട്ടാരം കേട്ടോ. കേരളീയ മാതൃകയിൽ യൂറോപ്യന്മാർ, അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഫോർട്ട് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ചോദിക്കാറുണ്ട്, ഐരാപുരമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം കുമ്പളങ്ങി ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ കൊച്ചിയാണെന്ന് പറഞ്ഞു. ബിനാലേക്ക് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ഇന്ത്യൻ നഗരം കൊച്ചിയാണ്. കൊച്ചി തുറമുഖത്തെക്കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി ആരാണ്? മാഹ്വാനാണ്. മാഹ്വാൻ. ATMിലൂടെ പാൽ ലഭ്യമാക്കുന്ന സംവിധാനം മിൽമ കേരളത്തിൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. ATMിലൂടെ പാൽ ലഭ്യമാകുന്ന സംവിധാനമായ മിൽമ ആരംഭിച്ചത് കൊച്ചിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഐരാപുരം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമം കുമ്പളങ്ങി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിത ആരാണ്? തോട്ടക്കാട്ട് മാധവിയമ്മയാണ്. തോട്ടക്കാട്ട് മാധവിയമ്മ എന്ന് പറയുമ്പോൾ മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായിരുന്നു, സഹധർമ്മിണിയായിരുന്നു തോട്ടക്കാട്ട് മാധവിയമ്മ. അവരാണ് കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ വനിത എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരു നിയമനിർമ്മാണ സഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ സർക്കാർ നാമനിർദ്ദേശം ചെയ്ത അംഗമാക്കിയ ആദ്യ അവസരമായിരുന്നു അത് എന്നുള്ളതും ഓർത്തിരിക്കുക. 1925.
ജോൺ ഗോൺസാൽവസ് 1577 കൊച്ചിയിൽ അച്ചടിച്ച മലബാർ തമിഴിലുള്ള വേദോപദേശമാണ് കേരളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം. അപ്പോൾ കേരളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് വേദോപദേശം. മലബാർ തമിഴിലുള്ള വേദോപദേശമാണ് കേരളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. ആരാണ് അച്ചടിച്ചത്? ജോൺ ഗോൺസാൽവസ് 1577 അച്ചടിച്ചത്. അത് കൊച്ചിയിലാണ് അച്ചടിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കാം. മലയാളം അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ചത് 1678 ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ മുദ്രണം ചെയ്ത ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലാണ്. അപ്പോൾ മലയാളം അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ചത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ഫുൾ ഫോർമാറ്റ് ഷോപ്പിംഗ് മാൾ കൊച്ചിയിലെ ഏതാ? ഒബറോൺ മാൾ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഫുൾ ഫോർമാറ്റ് ഷോപ്പിംഗ് മാൾ ഏതാണ്? ഒബറോൺ മാൾ. കേരളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് മണി ഓർഡർ സ്റ്റേഷൻ കൊച്ചിയിലാണ് സ്ഥാപിച്ചത് എന്നത് ഓർത്തിരിക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് മണി ഓർഡർ സ്റ്റേഷൻ കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സ്കൂൾ സ്ഥാപിച്ചതും എവിടെയാണ്? കൊച്ചിയിലാണെന്ന് ഓർത്തിരിക്കുക. കൊച്ചിയിൽ കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല നിലവിൽ വന്നത് 1983 കൊച്ചിയിൽ കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല നിലവിൽ വന്നത് 1983 കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. 2008 കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത് 1923 കൊച്ചിയിൽ കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമാവുന്നത് കൊച്ചിയിലാണ് 1923. മിഷണറിമാരുടേതല്ലാത്ത ആദ്യത്തെ മലയാള പത്രമാണ് കൊച്ചിയിൽ നിന്ന് 1864 പുറത്തിറക്കിയ പശ്ചിമ താരക. വെസ്റ്റേൺ സ്റ്റാർ എന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ തനി തർജ്ജമയായിരുന്നു ഈ പശ്ചിമ താരക. അപ്പോൾ മിഷണറിമാരുടേതല്ലാത്ത ആദ്യത്തെ മലയാള പത്രം ഏതാണ്? പശ്ചിമ താരക. പുറത്തിറങ്ങിയത് 1864. മലയാളത്തിലെ ആദ്യത്തെ വാരികയാണ് 1881 കൊച്ചിയിൽ നിന്ന് പുറത്തിറക്കിയ കേരളമിത്രം. ഇത് പുറത്തിറക്കിയതിന്റെ എഡിറ്റർ ആരാണ്? ഈ കേരളമിത്രത്തിന്റെ എഡിറ്റർ വർഗീസ് മാപ്പിളയാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിള. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയിലാണ് കേട്ടോ. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. മത്സ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആശുപത്രിയാണ് കൊച്ചി. UGCയുടെ സ്വയംഭരണ പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർക്കാർ കോളേജാണ് എറണാകുളം മഹാരാജാസ് കോളേജ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിൽ പവലിയൻ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഡിയമാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗർഭസ്ഥ ശിശു ചികിത്സാ വിഭാഗം ആരംഭിച്ച അമൃത ഫീറ്റൽ കെയർ സെന്റർ എവിടെയാ? അതും കൊച്ചിയിലാണ്. ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. അമൃത ഫീറ്റൽ കെയർ സെന്റർ കൊച്ചിയിലാണ്. കേരളത്തിലെ ATM സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സഹകരണ ബാങ്ക് എറണാകുളം ജില്ലാ സഹകരണ ബാങ്കാണ് കേട്ടോ. ഏറ്റവും ആദ്യം കേരളത്തിൽ ATM സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സഹകരണ ബാങ്കാണ് എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക്. യേശുദാസിനെ ആദ്യമായിട്ട് ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? G. ശങ്കരക്കുറുപ്പാണ്. ഓർത്തിരിക്കുക കേട്ടോ. എറണാകുളമായിട്ട് ബന്ധപ്പെടുത്തിയ എല്ലാ ഫാക്ട്സും നമ്മൾ പറയുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ തൈ നട്ടത് നേര്യമംഗലത്താണ്. ജോൺ ജോസഫ് മർഫി എന്ന അയർലൻഡുകാരനാണ് അതിന് മുൻകൈ എടുത്തത്. പിന്നീട് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാറിൽ അദ്ദേഹം റബ്ബർ കൃഷി ചെയ്തു. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ തൈ നട്ടത് ജോൺ ജോസഫ് മർഫിയുടെ നേതൃത്വത്തിൽ എവിടെയാണ്? നേര്യമംഗലം, എറണാകുളത്തുള്ള നേര്യമംഗലം. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കേരളീയനാണ് ആര്? ചാൾസ് ഡയസ്. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും ആര് തന്നെയാണ്? ചാൾസ് ഡയസ് തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ഫുഡ് ടെക്നോളജി കോളേജ് സ്ഥാപിച്ചത് തുമ്പൂർ മൂഴിയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഫുഡ് ടെക്നോളജി കോളേജ് എവിടെയാണ്? തുമ്പൂർ മൂഴി. കേരളത്തിൽ ആദ്യമായിട്ട് മിമിക്സ് പരേഡ് അരങ്ങേറിയത് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിലാണ്. ആദ്യമായിട്ട് മിമിക്സ് പരേഡ്. കേരളത്തിൽ ആദ്യമായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാലിന്യ ഊർജം സ്ഥാപിക്കുന്നത് ബ്രഹ്മപുരത്താണ് എന്നത് ഓർത്തിരിക്കുക. ഐതിഹ്യപ്രകാരം ആദ്യമായിട്ട് ഓണാഘോഷങ്ങൾ നടത്തിയത് തൃക്കാക്കരയിലാണ്. ഐതിഹ്യപ്രകാരം ആദ്യമായിട്ട് ഓണാഘോഷങ്ങൾ നടത്തിയത് തൃക്കാക്കര. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ IT പാർക്ക് ഏതാ? കൊച്ചിയിലെ ടെക്നോപോളിസ് ആണ് കേട്ടോ. സ്വകാര്യ IT പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് കൊച്ചിയിലാണ് 2016. കേരളത്തിലെ ആദ്യത്തെ റോട്ടറി ക്ലബ്ബ് സ്ഥാപിതമാവുന്നതും കൊച്ചിയിലാണ്. വർഷം ഓർത്തിരിക്കുക, 1937 കേരളത്തിലെ ആദ്യത്തെ റോട്ടറി ക്ലബ്ബ് കൊച്ചിയിൽ സ്ഥാപിതമാവുന്നത്.
കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്തായിട്ടുള്ള പാമ്പാക്കുട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളം ജില്ലയിലാണ്. തപാൽ വകുപ്പിന്റെ കേരളത്തിലെ ആദ്യത്തെ രാജ്യാന്തര ബിസിനസ് സെന്റർ എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ഓക്കെ. ഇനി കേരളത്തിലെ ആദ്യ കാർഷിക ജീനോമിക്സ് ലാബ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാർഷിക ജീനോമിക്സ് ലാബ് ആരംഭിച്ചത് കൊച്ചിയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം ഏതാണ്? മുളന്തുരുത്തിയാണ് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം മുളന്തുരുത്തി. തലസ്ഥാന നഗരിക്ക് പുറത്ത് നിലവിൽ വന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? കൊച്ചി മെട്രോയാണ് 2017. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആശുപത്രി 1886 ഏലൂരിൽ സ്ഥാപിതമായ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആശുപത്രിയാണ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല കുഫോസ് ആണ്. കുഫോസ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നെടുമ്പാശ്ശേരി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാ? എറണാകുളമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാല എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാക്കനാടാണ്. കാക്കനാട്. കേരളത്തിൽ CBIയുടെ ആസ്ഥാനം, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാ? അത്താണിയാണ്. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം അത്താണി. CBIയുടെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ദുർഗുണ പരിഹാര പാഠശാല എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് ഏത്? നെടുമ്പാശ്ശേരി. ഇനി കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടപ്പള്ളിയിലാണ് കേട്ടോ. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് എറണാകുളമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ്. അങ്കമാലി. അപ്പോൾ ഈ ബാംബു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മുളയുടെ കോലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അംഗം വെട്ടുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയാണ്. കേരള കൊങ്കണി അക്കാദമി എവിടെയാണ്? എറണാകുളത്താണ്. ഇപ്പോൾ കൊങ്കണി ഭാഷയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആകെ കുളമാകും എന്നുള്ള രീതിയിൽ ജസ്റ്റ് എറണാകുളം കൊങ്കണി അക്കാദമി ഓർക്കാം. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചിയാണ് കേട്ടോ. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കൊച്ചി. ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവയിലാണ്. ആലുവ. അപ്പോൾ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്, അപ്പോൾ ഇൻസെക്റ്റിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എന്താണ് ഉലുവ പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ള രീതിയിൽ ജസ്റ്റ് ആലുവ ഓർത്തിരിക്കുക കേട്ടോ. ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ് ആസ്ഥാനം എവിടെയാണ്? ആലുവ. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കൊച്ചി. അപ്പോൾ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാ? ഓടക്കാലിയാണ്. അപ്പോൾ നമ്മൾ ഓടിയിട്ട് നമ്മുടെ കാലിനൊക്കെ ഉളുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തൈലം തേക്കുന്നുള്ള രീതിയിൽ ജസ്റ്റ് ഓർത്താൽ മതി. അപ്പോൾ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലി. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനമായ സുഗന്ധഭവൻ. സുഗന്ധഭവൻ കൊച്ചിയാണ് അല്ലേ. സുഗന്ധഭവൻ എവിടെയാണ്? കൊച്ചി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കാം, നമ്മളെ കൊച്ചിലെ മുതലുള്ള സുഗന്ധമൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മുടെ മൂക്കിലുണ്ട് അല്ലേ. ആ ഒരു സുഗന്ധം നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സുഗന്ധഭവൻ കൊച്ചി എന്ന് ഓർത്താൽ മതി. കൊച്ചിലെ മുതലുള്ള സുഗന്ധം. ഓക്കെ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്ന പേരിലുള്ള സർവകലാശാലയുടെ ആസ്ഥാനം പനങ്ങാടാണ് കേട്ടോ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്ന പേരിലുള്ള സർവകലാശാല എവിടെയാണ്? പനങ്ങാടാണ്. പനങ്ങാട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയാണ് കേട്ടോ. കളമശ്ശേരി. ഓക്കെ. ഇപ്പം കുറേ അധികം ആസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള 1-2 കോഡ് പോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ഓർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ്? ഇടപ്പള്ളി. കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം. കേരള ബാംബു കോർപ്പറേഷൻ, ബാംബു ഉപയോഗിച്ച് അംഗം വെട്ടുന്ന കാര്യം ഓർത്താൽ മതി, അങ്കമാലി. കേരള കൊങ്കണി അക്കാദമി എവിടെയാണ്? കൊങ്കണി ഭാഷ സംസാരിച്ചാൽ ആകെ കുളമാണ്, അപ്പോൾ എറണാകുളം. ദെൻ കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ കൊച്ചി. ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ്, ഇൻസെക്റ്റിനെ കൊല്ലാനായിട്ട് ഉലുവ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ആലുവ എന്ന് ഓർക്കാം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി അല്ലേ. പുൽത്തൈലം തേക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഓടിയിട്ട് കാലൊക്കെ കേടായി കഴിഞ്ഞാൽ. ദെൻ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനമായിട്ടുള്ള സുഗന്ധഭവൻ കൊച്ചിയിലാണ്. കൊച്ചിയിലെ മുതലുള്ള സുഗന്ധം എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസ് എന്ന പേരുള്ള സർവകലാശാലയുടെ ആസ്ഥാനം പനങ്ങാട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാ? കളമശ്ശേരിയാണ്. കളമശ്ശേരി. കയർ ബോർഡിന്റെ ആസ്ഥാന ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയിലാണ് കേട്ടോ. കയർ ബോർഡിന്റെ ആസ്ഥാനം.
പരിശീലന ഗവേഷണ കാര്യാലയം ആലപ്പുഴയിലെ കലവൂരിലാണ്. പരിശീലന ഗവേഷണ കാര്യാലയം ആലപ്പുഴയിലെ കലവൂരിലും കയർ ബോർഡിന്റെ ആസ്ഥാന ഓഫീസ് കൊച്ചിയിലുമാണ്. അതുപോലെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം കൊച്ചിയിലാണ്. മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം കൊച്ചിയിലാണ്. 1945 സ്ഥാപിതമായ ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാ? ആലുവയാണ് കേട്ടോ. ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം ആലുവയാണ്. ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ നമ്മൾ സുഗന്ധഭവൻ പഠിച്ചല്ലോ, അപ്പോൾ അതുപോലെ തന്നെ പെപ്പറുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. കൊച്ചിയിലാണ് ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം. കേരളത്തിൽ മാരിടൈം മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. മാരിടൈം മ്യൂസിയം കൊച്ചി. കയർ ബോർഡിന്റെ ആസ്ഥാനമായിട്ടുള്ള കയർ ഹൗസും എവിടെയാണ്? കൊച്ചിയിലാണ്. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് കളമശ്ശേരി. കേരള ജുഡീഷ്യൽ അക്കാദമി കൊച്ചി. ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ ആസ്ഥാനം കൊച്ചിയാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ കേരളത്തിലെ സർക്യൂട്ട് ബെഞ്ച് കൊച്ചിയിലാണ്. മറൈൻ ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം എവിടെയാണ്? അതും കൊച്ചിയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എറണാകുളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് തൃശ്ശൂരാണ്. തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏതാണ്? അത് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും തൃശ്ശൂരാണ്. ഏറ്റവും അധികം പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള ജില്ലയും ഏതാണ്? അതും തൃശ്ശൂരാണ്. പൂരത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. സ്വന്തമായിട്ട് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷനാണ് ഇത്, തൃശ്ശൂര്. സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല, സമ്പൂർണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് തൃശ്ശൂർ. ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ ശൗചാലയ പദ്ധതി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ്. ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ ശൗചാലയ പദ്ധതി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല, ഏറ്റവും അധികം പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള ജില്ല, പൂരത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത്, സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷൻ, സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല, ഗ്രാമീണ മേഖലയിൽ സമ്പൂർണ്ണ ശൗചാലയ പദ്ധതി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയും എല്ലാം ഏതാണ്? അതെല്ലാം തൃശ്ശൂരാണ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുങ്ങല്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയാണ് ചോദിച്ചിരിക്കുന്നത്, കൊടുങ്ങല്ലൂർ. കേരളത്തിൽ യഹൂദരുടെ ആദ്യത്തെ സങ്കേതം ചോദിച്ചു കഴിഞ്ഞാലും കൊടുങ്ങല്ലൂരാണ് കേട്ടോ. കേരളത്തിൽ യഹൂദരുടെ ആദ്യ സങ്കേതം ഏതാണ്? കൊടുങ്ങല്ലൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ സർദാർ KM പണിക്കറാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം പഠിച്ചിരിക്കുക, കാവാലം മാധവ പണിക്കർ എന്നതാണ് പൂർണ്ണനാമം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമം തയ്യൂർ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷര ഗ്രാമം ഏതാണ്? തയ്യൂർ, 2003. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് വരവൂറാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ വ്യവഹാരരഹിത വില്ലേജ്, ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത വില്ലേജ് ഏതാണ്? വരവൂർ. ഇന്ത്യയിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം, അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം ഒല്ലൂക്കരയാണ്, ഒല്ലൂക്കര. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. EMS ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ അന്ധവിദ്യാലയം 1934 കുന്നംകുളത്ത് KT മാത്യു സ്ഥാപിച്ചു. 1948 അത് കൊച്ചി സർക്കാർ ഏറ്റെടുത്തത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ അന്ധവിദ്യാലയമായിട്ടുള്ള 1934 ആരാണ്? KT മാത്യു സ്ഥാപിച്ചിട്ടുള്ള അന്ധവിദ്യാലയം 1948 കൊച്ചി സർക്കാർ ഏറ്റെടുത്തത്. കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ നിയമസഭാംഗമാണ് ആര്? ഡോക്ടർ AR മേനോൻ. കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ നിയമസഭാംഗമാണ് ഡോക്ടർ AR മേനോൻ. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് MLA E ഗോപാലകൃഷ്ണ മേനോൻ ആണ്. 1949 കൊടുങ്ങല്ലൂർ ഉപതിരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിലേക്ക് മത്സരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക.
കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് 1958 മാർച്ച് 8 ആരംഭിച്ചത് എവിടെയാണ്? തൃശ്ശൂരിലാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് തൃശ്ശൂരിലാണ് ആരംഭിച്ചത്. വർഷം 1958 മാർച്ച് 8 അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? AK ഗോപാലനാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ഗുരുവായൂരിലാണ്. ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഗുരുവായൂരിലാണ് 2014. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിലാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇരിങ്ങാലക്കുട. തൃശ്ശൂരിൽ 1929 സ്ഥാപിതമായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് സ്വകാര്യ മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക്. ചോദിക്കാവുന്ന ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക്, സ്വകാര്യ മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്ക് ഏതാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്ക്. എപ്പോൾ? 1929 തൃശ്ശൂരിൽ സ്ഥാപിതമായതാണ് പറയുന്നത്. ഇനി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച നല്ല ഭാഷ ആണ് പച്ചമലയാളം എന്ന സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി. അപ്പൊ നല്ല ഭാഷ രചിച്ചത് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആ ഒരു നല്ല ഭാഷ എന്ന് പറയുന്നതാണ് പച്ചമലയാളം എന്ന് പറയുന്ന സാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി. തേർഡ് ജെൻഡറിൽ പെടുന്ന തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ. അതും ഓർത്തിരിക്കുക. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? ഇന്നസെന്റ് ആണ്. നമുക്കറിയാം. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ് മത്സരിച്ചത് എന്നുള്ളതും ഓർത്തിരിക്കുക. 2014. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? അതും ഇരിങ്ങാലക്കുടയിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ സ്ഥാപിച്ചത് എവിടെയാണ്? വിയൂരിലാണ് 2016. കേരളത്തിലെ ആദ്യത്തെ കുഴൽ തുരങ്കം, അതായത് ട്വിൻ ട്യൂബ് എന്ന് പറയുന്നത് എവിടെയാ? NH544 ആണ്. കുതിരാൻ തുരങ്കമാണ് കേരളത്തിലെ ആദ്യത്തെ ട്വിൻ ട്യൂബ് തുരങ്കം എന്ന് പറയുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില എവിടെയാണ്? മുളങ്കുന്നത്ത് കാവാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില എവിടെയാണ്? മുളങ്കുന്നത്ത് കാവ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി. തൃശ്ശൂർ 3 ഇത് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 ചോദിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം, കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം, കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ഒക്കെ എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാ? അത് വെള്ളാനിക്കരയാണ്. ഓക്കെ, കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? വെള്ളാനിക്കര. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണൂത്തിയിലാണ്. കേരള കാർഷികം, അപ്പൊ കൃഷിയും മണ്ണുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? പീച്ചി ആണ്. ഇതെല്ലാം ചോദിക്കുന്നതാണ് കേട്ടോ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തി. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം വെള്ളാനിക്കര. ഗുരുവായൂർ ക്ഷേത്രം വക ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലം എവിടെയാണ്? പുന്നത്തൂർ കോട്ടയാണ് കേട്ടോ. തൃശ്ശൂരുള്ള പുന്നത്തൂർ കോട്ട. 2004 സ്ഥാപിതമായ കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരത്താണ്. ബനാന റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കണ്ണാറ. അപ്പൊ കണ്ണാറ, കണ്ണൻ പഴം, ഏത്തപ്പഴത്തിന്റെ കാര്യമൊക്കെ ഓർത്താൽ മതി. ബനാന റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണാറയിലാണ്. കണ്ണാറ. ഇനി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലക്കുടിയിലാണ് കേട്ടോ. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ചാലക്കുടി. മടക്കത്തറയിലാണ് കാഷ്യൂ റിസർച്ച് സെന്റർ സ്റ്റേഷൻ വരുന്നത്. മടക്കത്തറ. അപ്പോൾ ഈ കാഷ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മടങ്ങിയിരിക്കുന്ന രൂപമല്ലേ കാഷ്യൂ എന്നുള്ളത്. അപ്പോൾ മടക്കത്തറ, കാഷ്യൂ റിസർച്ച് സ്റ്റേഷൻ മടക്കത്തറ. ഫാർമസ്യൂട്ടിക്കൽസ് കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നമുക്കറിയാം തൃശ്ശൂരിലാണ്. കേരളത്തിലെ 3 സെൻട്രൽ ജയിലുകളിൽ 1 വിയൂർ ജയിൽ തൃശ്ശൂരാണ്. കേരള എക്സൈസ് അക്കാദമി എവിടെയാ? തൃശ്ശൂരാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. നമുക്ക് ചോദിക്കുന്നതാണ് അല്ലെ, അപരനാമങ്ങളിൽ ചോദിക്കുന്നതാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. പ്രാചീന കാലത്തെ മുസിരിസ്, ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. പ്രാചീന കാലത്തെ മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ്? കൊടുങ്ങല്ലൂരാണ്.
മുസിരിസ്. പ്രാചീന കാലത്ത് മുസിരിസ് എന്നറിയപ്പെട്ടിരുന്ന തുറമുഖമാണ് കൊടുങ്ങല്ലൂർ. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെട്ടിരുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ് കേട്ടോ. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെട്ടിരുന്നത് ഗുരുവായൂർ ക്ഷേത്രം. നെക്സ്റ്റ് കൊല്ലം ജില്ലയെക്കുറിച്ചാണ് പറയുന്നത്. കൊല്ലം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. കടൽ തീരത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 37 കിലോമീറ്റർ. ഏറ്റവും കുറവുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് നിക്ഷേപമുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൽമനൈറ്റ് നിക്ഷേപമുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോഹ മണൽ നിക്ഷേപമുള്ള ജില്ല. മധുര റെയിൽവേ ഡിവിഷന്റെ കീഴിലുള്ള കേരളത്തിലെ ഏക ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലമാണ് 2018. ഓക്കെ, അപ്പോൾ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കുറവുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് ഇൽമനൈറ്റ് നിക്ഷേപമുള്ള ജില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ ലോഹ മണൽ നിക്ഷേപമുള്ള ജില്ല. മധുര റെയിൽവേ ഡിവിഷന്റെ കീഴിലുള്ള കേരളത്തിലെ ഏക ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലമാണ് 2018. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. കൊല്ലമാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തെന്മലയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് കൊല്ലം എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി കൊട്ടാരക്കരയാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ എന്ന് പറയുന്നത് പുനലൂരാണ്. പുനലൂർ പേപ്പർ മിൽ. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം പടയമംഗലമാണ്. പടയമംഗലമല്ല, ചടയമംഗലം കേട്ടോ. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലമാണ്. 2ാം EMS മന്ത്രിസഭയിൽ ഭവന നിർമ്മാണ വകുപ്പായിരുന്നു. MN ഗോവിന്ദൻ നായരാണ് പദ്ധതിയുടെ ഉപജ്ഞാതാവ്. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം പുനലൂരാണ്. കേരളത്തിലെ ആദ്യത്തെ കളിമൺ നിർമ്മാണ ഫാക്ടറി കുണ്ടറ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് TKM ആണ്. തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് തെന്മല. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ കൊല്ലത്താണെന്ന് പഠിച്ചിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് പുനലൂരാണ്. ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ഓർത്തിരിക്കുക, പടയമംഗലം. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം പുനലൂര്. കേരളത്തിലെ ആദ്യത്തെ കളിമൺ നിർമ്മാണ ഫാക്ടറി കുണ്ടറ. അതുപോലെ TKM എന്ന് പറയുന്ന എയ്ഡൻ എഞ്ചിനീയറിംഗ് കോളേജ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി പിന്നാക്ക സമുദായത്തിൽ, അതായത് ഈഴവ നിന്ന് മുഖ്യപ്രദത്തിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നാക്ക സമുദായത്തിൽ, ഈഴവ സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ് C കേശവൻ, ഓർത്തിരിക്കുക. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ കേരള മുഖ്യമന്ത്രി R ശങ്കർ, ഓർത്തിരിക്കുക. ദെൻ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി, ഓർത്തിരിക്കുക. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി TC യോഹന്നാൻ. ദെൻ ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മാതാ അമൃതാനന്ദമയാണ്. പൂർവാശ്രമത്തിലെ പേര് സുധാമണി. കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലാണ് ജനിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എവിടെയാ? നീണ്ടകരയാണ്. 2009 വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകരയാണ്. 2010. ലോക്സഭാ അംഗമായിരിക്കുമ്പോൾ കേരളത്തിൽ മന്ത്രിയായ ആദ്യ വ്യക്തിയാണ് R ബാലകൃഷ്ണപിള്ള. അപ്പോൾ കൊല്ലത്ത് ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളെയാണ് പറയുന്നത്. പിന്നാക്ക സമുദായത്തിൽ നിന്ന്, ഈഴവ സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയിട്ടുള്ള ആദ്യത്തെ മലയാളി C കേശവൻ. പിന്നാക്ക സമുദായത്തിൽ നിന്നും ആദ്യ കേരള മുഖ്യമന്ത്രി R ശങ്കർ. അതുപോലെ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി റസൂൽ പൂക്കുട്ടി. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി TC യോഹന്നാൻ. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നീണ്ടകര. ലോക്സഭാ അംഗമായിരിക്കുമ്പോൾ കേരളത്തിൽ മന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് R ബാലകൃഷ്ണപിള്ള. അടുത്തത്, കേരളത്തിൽ കൂറുമാറ്റ നിരോധന നിയമം വഴി പുറത്തായ ആദ്യത്തെ നിയമസഭാംഗമാണ് R ബാലകൃഷ്ണപിള്ള. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമമാണ് മേലില. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ എവിടെയാ? കൊല്ലത്താണ്. കേരളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകങ്ങളിൽ ഒന്നായ ഡോക്ടറിന ക്രിസ്റ്റൻ പുറത്തു വന്നത് കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് സ്ഥാപിച്ചത് കൈപ്പുഴയിലാണ്. ലഭ്യമായ രേഖകൾ പ്രകാരമുള്ള വേണാട്ടിലെ ആദ്യത്തെ ഭരണാധികാരി അയ്യനടികൾ തിരുവടികളാണ്. ലഭ്യമായ രേഖകൾ പ്രകാരം വേണാട്ടിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് അയ്യനടികൾ തിരുവടികൾ. ഇന്ത്യയിലെ ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് എവിടെയാ? പാരിപ്പള്ളിയാണ്. കേരളത്തിൽ ആദ്യമായി വിമാനം ഇറങ്ങിയത് കൊല്ലത്തെ ആശ്രാം മൈതാനത്തിലാണ്. തിരുവനന്തപുരത്തെ വിമാനത്താവളം സജ്ജമാകുന്നതിന് മുൻപ് തന്നെ ആശ്രാം മൈതാനത്ത് ചെറു വിമാനങ്ങൾ ഇറങ്ങുന്നതിന് റൺവേ ഒരുക്കിയിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് സീപ്ലെയിൻ പദ്ധതി ആരംഭിച്ചത് കൊല്ലത്താണ്. മധ്യ കർഷകരുടെ എതിർപ്പ് മൂലം നിർത്തിവച്ചു. ഓക്കെ,
അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് സീപ്ലെയിൻ പദ്ധതി ആരംഭിച്ചത് കൊല്ലത്തിലാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ലഭ്യമായ രേഖകൾ പ്രകാരമുള്ള വേണാട്ടിലെ ആദ്യത്തെ ഭരണാധികാരി അയ്യനടികൾ തിരുവടികളാണെന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ കൊല്ലത്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ വില്ലേജ് പന്മനയാണ്. പന്മന കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ വില്ലേജ് പന്മന. കേരളത്തിലെ ആദ്യത്തെ പ്രസാധനശാല ആരംഭിച്ചത് കൊല്ലത്ത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് ചവറയിലാണ്. കൊല്ലത്തെ ചവറയിലാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം അരങ്ങേറുന്നത്. കേരളത്തിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം കൊല്ലത്ത് 1999 ആരംഭിച്ചു. ഇതിന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെ കൗശൽ കേന്ദ്രം ആരംഭിച്ചത് ചവറയിലാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായുള്ള കേരളത്തിലെ ആദ്യത്തെ അത്യാധുനിക ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുന്നത് കൊല്ലത്താണ്. സാമൂഹിക നികുതി വകുപ്പ് ആദ്യത്തെ ചിൽഡ്രൻസ് ഹോം ആരംഭിക്കുന്നത് ശക്തികുളങ്ങരയാണ്. കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര. സിനിമാ ശബ്ദരംഗത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗോൾഡൻ റീലിന് അർഹനായ ആദ്യ മലയാളിയാണ് ആര്? റസൂൽ പൂക്കുട്ടി. ഓക്കെ. ഇനി കേരളത്തിൽ മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ താരമാണ് KB ഗണേഷ് കുമാർ. കൊല്ലംകാരനാണ് അല്ലെ KB ഗണേഷ് കുമാർ. പത്തനാപുരം മണ്ഡലത്തെയാണ് അദ്ദേഹം കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തത്. പത്തനാപുരം. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സിനിമാ താരമാണ് സുരേഷ് ഗോപി കേട്ടോ. രാജ്യസഭാംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്ത ആദ്യ മലയാള സിനിമാ താരമാണ് സുരേഷ് ഗോപി. 2014. കേരളത്തിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം എവിടെയാണ്? ആലപ്പാടാണ്. കേരളത്തിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം ആലപ്പാട്. ഇന്ത്യയിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക രൂപതയുടെ ആസ്ഥാനം കൊല്ലം. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്ക് കുന്നത്തൂര്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. ഇതെല്ലാം കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം ആലപ്പാട്. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂര്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്ക് കുന്നത്തൂര്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. നെക്സ്റ്റ്, ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കാണ് കുന്നത്തൂർ താലൂക്ക്. ആസ്ഥാനം എവിടെയാ? ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലമാണ് കുണ്ടറ. ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ളത് കുണ്ടറയിലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ റെയിൽവേ ജംഗ്ഷനാണ് കൊല്ലം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമാണ് കൊല്ലം. ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ കൊല്ലം. ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി അപകടം നടന്നത് കൊല്ലത്തിലെ പെരുമൺ തീവണ്ടി അപകടമാണ്. 1988 ജൂലൈ 8-നാണ്. 105 പേർ മരിച്ചു. ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ് ആണ് പാലത്തിൽ വച്ച് അഷ്ടമുടി കായലിലേക്ക് പതിച്ച് അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ പെരുമൺ തീവണ്ടി അപകടം നടന്നിട്ടുള്ള കായൽ ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടമുടി കായലാണ്. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയാണ്. 1968-86 കാലയളവിൽ കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അംഗമായ വ്യക്തിയാണ് R ബാലകൃഷ്ണപിള്ള. കേരള നിയമസഭയിലേക്ക് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് RSP നേതാവ് AA അസീസ് ആണ്. ഓക്കെ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ സ്റ്റേറ്റ് ഹൈവേ ആണ് പുനലൂരിനെയും മൂവാറ്റുപുഴയെയും ബന്ധിപ്പിക്കുന്ന 153.6 കിലോമീറ്റർ നീളമുള്ള മെയിൻ ഈസ്റ്റേൺ ഹൈവേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന കൊല്ലത്താണ്. ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ റെയിൽവേ പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. കൊല്ലത്ത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന വിശേഷണം കൊല്ലത്തിന് സ്വന്തമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് കൊല്ലം. ഏതാണ് 61 വർഷം രാജാവായിരുന്ന ചേര ഉദയ മാർത്താണ്ഡവർമ്മയാണ് വേണാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം രാജാവായിരുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് അപകടം നടന്നത് പരവൂരിനടുത്തുള്ള പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലാണ്. 2016 110-ലധികം പേർ മരണപ്പെട്ടു കേട്ടോ. പരവൂരിനടുത്തുള്ള പുറ്റിങ്ങൽ ദേവീക്ഷേത്രം. കല്ലടയാറ് അഷ്ടമുടി കായലിൽ പതിക്കുന്ന ഭാഗമാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ അഴിമുഖം എന്ന് പറയുന്നത്. 21 അടിയാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ കല്ലടയാറ് അഷ്ടമുടി കായലിൽ പതിക്കുന്ന ഭാഗമാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ അഴിമുഖം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് അഷ്ടമുടി കായലാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് ഏതാണ്? തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ്. കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ തടാകമാണ് അഷ്ടമുടി. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം നിർമ്മിച്ചിരിക്കുന്നത് ചടയമംഗലത്തെ ജടായു പാറയുടെ മുകളിലാണ്. ജടായു പാറ. കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. തെൻവഞ്ചി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? കൊല്ലമാണ്. തെൻവഞ്ചി എന്നറിയപ്പെട്ടിരുന്നത്. കൊല്ലം ജില്ലയിലെ ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങളാണ് നീണ്ടകരയും ശക്തികുളങ്ങരയും.
അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന സമീപമാണ് ഇവ. യൂറോപ്യൻ രേഖകളിൽ മാർത്ത എന്നറിയപ്പെട്ടിരുന്നത് കരുനാഗപ്പള്ളിയാണ്. സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെട്ടത് തങ്കശ്ശേരി കോട്ടയാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് അറബിക്കടലിന്റെ തീരത്ത് ഇത് നിർമ്മിച്ചത്. സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത് തങ്കശ്ശേരി കോട്ടയാണെന്നുള്ളത് ഓർത്തിരിക്കുക. യൂറോപ്യൻ രേഖകളിൽ മാർത്ത എന്നറിയപ്പെട്ടിരുന്നത് കരുനാഗപ്പള്ളിയാണ്. തെൻവഞ്ചി എന്നറിയപ്പെട്ടിരുന്നത് കൊല്ലമാണ്. കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് ആണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. ഇനി ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം കൊല്ലമാണ്. തെന്മല അണക്കെട്ടാണ് പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത്. കേരള ചരിത്രത്തിൽ ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്ന കൊട്ടാരക്കര രാജകുടുംബമാണ്. ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത്. കേരള ചരിത്രത്തിൽ ദേശിങ്ങനാട് എന്ന് പരാമർശിക്കപ്പെടുന്നത് കൊല്ലമാണ് കേട്ടോ. ദേശിങ്ങനാട്, തേൻവഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന കൊല്ലമാണ്. ജയസിംഹനാട് എന്ന വാക്കാണ് രൂപാന്തരപ്പെട്ടത്. അതിനാണ് ദേശിങ്ങനാട് എന്നായിട്ട് മാറിയത്. ദേവലോകക്കര എന്ന പേരാണ് തേവലക്കരയായിട്ട് രൂപാന്തരപ്പെട്ടത് എന്നത് ഓർത്തിരിക്കുക. ഇനി ജയൻ എന്ന പേരിൽ മലയാള സിനിമയിൽ പ്രശസ്തനായ നടന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു. കോളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ജയൻ അഭിനയിച്ച ആദ്യ ചിത്രം ശാപമോക്ഷമായിരുന്നു. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജയനാണ്. അപ്പോൾ അദ്ദേഹം കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട നടനായതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ജയൻ. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് കൃഷ്ണൻ നായർ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. then അറബിക്കടലിന്റെ രാജകുമാരൻ പ്രിൻസ് ഓഫ് അറേബ്യൻ സീ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? കൊല്ലമാണ്. അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ്. കടയ്ക്കൽ സ്വദേശിയായ SDP ബിജു ആണ് ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ആധുനിക ചാക്യാർ എന്നറിയപ്പെട്ട പ്രശസ്ത കാഥികനാണ് V സാംബശിവൻ. ആശ്രം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ്? കൊട്ടാരക്കരയാണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഹൈദരാബാദിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഹൈദരാബാദിലാണ്. എന്നാൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ്? കൊട്ടാരക്കര. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുണ്ടറയാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറ. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെയാണ്? ചവറയാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ചവറ. ഇന്ത്യൻ റയർ എർത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചവറയാണ് കേട്ടോ. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ കൊല്ലം ജില്ലയിലെ എവിടെയാണ്? മുണ്ടയ്ക്കലാണ് കേട്ടോ. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി എന്ന് പറയുന്നത് ചവറയിലാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ സ്ഥാപിച്ച ടെക്നോ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചവറയിലാണ്. ദെൻ കേരളത്തിൽ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നീണ്ടകരയിലും തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുമാണ് കേട്ടോ. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നീണ്ടകര, കൊടുങ്ങല്ലൂർ. കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം കൊല്ലം ജില്ലയിൽ എവിടെയാണ്? കുര്യോട്ടുമലയിലാണ് എരുമ പ്രജനന കേന്ദ്രം. പന്മനയിലാണ് ജീവകാരുണ്യ ആശ്രമം എന്നുള്ളത് ഓർത്തിരിക്കുക. ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊല്ലം ടു തിരുമംഗലമാണ്. കൊല്ലം ടു തിരുമംഗലം.